അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇങ്ങനെ വാത്സല്യത്തോടു കൂടി എന്ത് വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ധാരണ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില അയ്യോപാപികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വെല്ലുവിളിയാണ്. പക്ഷേ മൂത്തപുത്രനെ കണ്ടെന്ന് നോക്കിയേ, മൂത്തപുത്രൻ ഈ ഉടമ്പടി പാലിച്ചൊരാളാണ്. അവനത് പറയണ്ട്. അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭം ആണ് ഈശോ കറക്റ്റ് ചെയ്യണത്. നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പ്രമേയമാണ്. ടേക്ക് ദ ബ്രെഡ് ഓഫ് എനിക്കുള്ളത്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. 20:15 എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? അതാണ് മൂത്തപുത്രന്റെ പ്രശ്നം. ആകപ്പാടെ മൂത്തപുത്രന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കർത്താവ് മൂത്തപുത്രന് മാത്രമല്ല, അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ്. 11-ാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ്, 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു. എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല, ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് പ്രശ്നം. അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയണ കാര്യങ്ങൾ അത് തന്നെയാണ്. എന്താ കാര്യം എന്താണ്? അവനെന്താ മൂത്തപുത്രൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വായിച്ചേ. ലൂക്ക 15:29. ലൂക്ക 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. അതാണ് ഉടമ്പടി. ഉടമ്പടി കണ്ടില്ലേ? എങ്കിലും ഉടമ്പടി ഒരിക്കലും ഒരിക്കലും തെറ്റിക്കാത്ത ഒരാളാണ് ഈ മൂത്ത മകൻ. കണ്ടില്ലേ? അയാൾ പറയണ്ട. ആ വചനമാണ് ഉടമ്പടിയുടെ വചനം. എന്താ പറഞ്ഞു? ഒന്ന് വായിച്ചേ. ഒരിക്കലും. അപ്പത്തിന് എത്ര നമ്പറാണ്? 15:29. ലൂക്ക 15:21. എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന, നിന്റെ ഉടമ്പടി ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഇവൻ 11-ാം മണിക്കൂറിൽ വന്ന ആളാണ്. തമ്മിലാണ് ഇന്റർ കണക്ട് ചെയ്യണത്. ഞാൻ കണക്ട് ചെയ്യണതല്ല, ഇവിടെ ആളിരിപ്പുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാരുടെ വചനം ഇന്റർ കണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ പഠിച്ചതല്ല ഈ സംഭവം. ഇതെന്താ, 11-ാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ആരാണ്? ഈ ധൂർത്തപുത്രൻ. അവന് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അവന് വള കൊടുത്തു, അവന് എന്ത് കൊടുത്തു? പാദരക്ഷ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. 1-ാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു. അപ്പോഴാണ് അവൻ പിറുപിറുത്തത്. ഈ പിറുപിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളിൽ. അവൻ വീട്ടുടമസ്ഥനെതിരായി പിറുപിറുത്തു. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം. മത്തായി 20:9-11. 11-ാം മണിക്കൂറിൽ വന്നവർക്ക്, പറഞ്ഞ 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. എന്താണ്? ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ, അല്ലേ? ആ വാക്കുകൂടി വായിച്ചേ. മത്തായി 20:12. അവസാനം വന്ന ഇവർ ദൂത്തപുത്രന്റെ അനിയനില്ലേ? ദൂത്തപുത്രൻ അല്ല, അവസാനമല്ലേ വന്നത്?
അവസാനം വന്ന് ഇവന് ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനം ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ്. അത് ഇത്തിരി അസൂയയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈൻ്റാണ്. അത് ലോകരാജ്യത്തിൻ്റെ നീതി എന്നാണ് മനസ്സിലായത്. ലോകരാജ്യത്തിൻ്റെ നീതിയിൽ നിന്ന് വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങളാണ് ഈ വരുന്നത്. മുത്തപുത്രൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നീതി വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളത് എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ? ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്നു? അപ്പം അസൂയ വന്നിരിക്കണേ എങ്ങനെയാണ്? ലോകരാജ്യത്തിൻ്റെ നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വരുന്നത്. നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും നീതിയും സമാധാനം. റോമ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉറപ്പുവരുത്തുന്ന നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. ദൈവരാജ്യത്തിൻ്റെ നീതി ദോസ് എന്നുള്ള ലോകരാജ്യ നീതി അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ധൂർത്തപുത്രന് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ആ 1 താലന്താണ് ലഭിച്ചത്. അവന് ആ 1 താലന്ത് അവനെ കൊടുത്തു, അത്രേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയിൽ നിനക്ക് ഇടമുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം. നിൻ്റെ അവസ്ഥ എത്ര മോശമായാലും, നിൻ്റെ പാപകരമായ ജീവിത രീതികളായാലും നീ അനുദപിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പല സ്ഥലങ്ങളുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ വിഷയം. ദൈവരാജ്യത്തിൽ നിന്ന് നീ ഒട്ടും അകലെയല്ല. ആ ഉപഗ്രഹം പോലെ വേണേൽ പോകാൻ പറ്റും. അത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചെറുതും വലുതുമുണ്ട്. അത് ഈ 2 വചനവും കർത്താവ് തന്നെ പറഞ്ഞ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആയത്തിലെ കാര്യങ്ങൾ. ദൈവരാജ്യത്തിന് അകലെയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 12:34 അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അവനെന്താണ് ബുദ്ധിപൂർവ്വം പറഞ്ഞ മറുപടി എന്താ? അവന് ബുദ്ധിയുണ്ട്. അവൻ പറഞ്ഞ മറുപടി എന്താ? ബുദ്ധിപൂർവ്വം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പാലിക്കാം. ഞാൻ പറയണ പോലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ നിർബന്ധമില്ല. ആ ബുദ്ധിപൂർവ്വം നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് റീസണബിളായിട്ട് വിഷയമൊക്കെ എടുക്കാൻ പറ്റും. റീസണല്ല, ബുദ്ധി തലച്ചോറല്ല ഉപയോഗിക്കേണ്ടത്, ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത് തലച്ചോറല്ല. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി എന്നല്ല പറയണത്. മറിച്ച് എന്താണ്? അതിനകത്ത് ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ദൈവത്തെ സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ഒന്നൊരു വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി. അവൻ എന്ത് ബുദ്ധിപൂർവ്വമാണ് മറുപടി പറഞ്ഞത്? അവന്റെ മറുപടി എന്താന്ന് വായിച്ചേ? മർക്കോസ് 12:32 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 12:32 നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ഈ സംഭവം അക്കാഡമിക് ആയിട്ട് പഠിച്ച് ബുദ്ധിപൂർവ്വം മറുപടി പറയാൻ പറ്റും, സർട്ടിഫിക്കറ്റ് കിട്ടും. ദൈവരാജ്യ പ്രവേശിക്കാൻ നിർബന്ധമില്ല. അതാണ് സംഭവം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കതെല്ലാം പഠിച്ച്
ഇതെല്ലാം മനസ്സിലാക്കിയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അകലെ അടുത്തൊക്കെ വരാൻ പറ്റും, അത്ര കലല്ലേ ഉള്ളു. ഇത് ബുദ്ധിപൂർവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമല്ല ബൈബിൾ എന്നുള്ള സൂചനയാണ് വരണത്. ബുദ്ധിപൂർവമായിട്ട് അക്കാഡമിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല ഇത്. അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് കയ്യും കെട്ടി ഇരുന്നാൽ ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് പിന്നെ എങ്ങനെ അകത്ത് കയറണത്? ഈ കൽപ്പന എത്രയും ചെറുതായാലും ശരി, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ പറഞ്ഞു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. പണ്ടത് അകലെ എന്നാ പറഞ്ഞത്. കൽപ്പനകളെ കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കുന്നവൻ ദൈവരാജ്യത്തിന് പുറത്താണ്. പക്ഷെ അത് പ്രവർത്തിക്കുന്നവൻ എന്ത് പറ്റും? അവിടെയും വലിപ്പച്ചെറുപ്പമുണ്ട്. അടുത്ത വചനം വായിച്ചേ. എന്നാൽ അത് അനുസരിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. എന്താണ്? പത്രം കൊടുത്താൽ മാത്രം പോരാ, അത് വായിച്ചു നോക്കിയിട്ട് അതാണ് വിഷയം പറയണത്. 5:20 എന്താ പറയണത്? അത് അനുസരിക്കുകയും അവൻ പറയണ പോലെ ചെയ്യുക മാത്രമല്ല, അത് അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പം അതായത് നിങ്ങൾ ഇവിടുന്നെല്ലാം കേട്ട് ഞാനെല്ലാം ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്ന കൈ കെട്ടിയിരുന്ന വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവരാജ്യത്ത് ഗ്രഡേഷൻസ് ഉണ്ട്. വലിയവനുണ്ട്. ആ വലിയവനാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ വന്നതാ. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം അതിന് 2 ഹെഡും ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരത് പാലിക്കുന്നു, മറ്റുള്ളവർ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരെ പാലിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ വലിയവനാകാൻ അങ്ങയുടെ കൽപ്പനകൾ അവൻ പറയണത് പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ ശുശ്രൂഷകനാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. രാജ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള താരതമ്യത്തിൻ്റെ ഒരു അസൂയ ഉണ്ടല്ല, അത് ഈ ധൂർത്തപുത്രനൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ദൈവരാജ്യത്തിലെ വലിയവനാകും. മൂത്തമകൻ്റെ പ്രശ്നം അതാണ്. ഈ ലോകരാജ്യത്തിൻ്റെ ഒരു മുഴക്കോല് വെച്ചിട്ടുണ്ടാണ് ഈ ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവന് വേണ്ടി കൊടുത്ത കാളക്കുട്ടിയെ കൊന്നപ്പോൾ ഇവന് സങ്കടം വന്നത്. അത് ലോകരാജ്യം, അവൻ പഠിച്ചു വെച്ച ലോകരാജ്യത്തിൻ്റെ രീതിയാണ്. പക്ഷെ അപ്പൻ പുറത്തേക്ക് വന്നിട്ട് അവനോട് സാഷ്ടാംഗം പറയുന്നുണ്ട്. അപ്പം പുറത്തേക്ക് വരുന്നുണ്ടേ. മൂത്തമകൻ മോശക്കാരനായിരുന്നെങ്കിൽ അപ്പം പുറത്തു വരത്തില്ല. അവൻ പുറത്തു വന്നിട്ട് അവനെ സാന്ത്വനപ്പെടുത്താൻ നോക്കിയെന്നാണ് പറയണത്. അച്ഛൻ്റെ കാര്യം എന്താണ്? അവൻ ഭയങ്കര വിലപ്പെട്ടവനാണ്. അവൻ കെറിച്ച് പോകാനാ വേദനിക്കാനാ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല. മുത്തമകന് കാര്യം അവൻ സ്വകരാജ്യത്തിലെ വലിയവനാകണമെങ്കിൽ ഇവനെപ്പോലല്ല. അവൻ ഈ തിരിച്ചു വന്നവൻ കാറിക്കൂവി കർണ തോന്നണെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടിച്ച് വന്നിട്ടുള്ള ഈ കക്ഷിയില്ലേ, അയാൾ സ്വർഗരാജ്യത്തിൽ ചെറിയ ആളാണ്, മറ്റവൻ വലിയവനാണ്. എന്താ കാര്യം? അവൻ പറയുന്നുണ്ട്, ഇത്ര കാലം നിൻ്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല, ഒരു കുഞ്ഞാടിനെ പോലും. വെടപ്പോടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. 15:28 മുതലുള്ള തിരുവചനങ്ങൾ. 15:28. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്ത് രസമാ! അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ പട്ടാങ്ങി പറയണേ. സ്വകരാജ്യത്തെ വലിയവനാണ് അവൻ. അവനോട് പട്ടാങ്ങി പറയും. കാര്യം എന്താണ്? അവൻ ക്ലീൻ ചിട്ടുള്ളവനാണ്. അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എന്നെ വഴക്കേണ്ട കാര്യമില്ല, എൻ്റെ മനസ്സ് ചങ്ക് വേദനിക്കുകയാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ കാര്യം പറയും. നോക്കൂ, എത്ര
ഇത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ഞാൻ നിനക്ക് ചെയ്യുന്നു. ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന, നിന്റെ അതാണ് ഉടമ്പടി എന്ന് ഞാൻ പറയുന്നത്, നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. നിങ്ങളും പറയും, ഞാൻ ഉടമ്പടി എല്ലാം ചെയ്തില്ലേ, എത്ര തിരികൾ ഞാൻ കത്തിച്ചു അല്ലേ, എന്നിട്ട് ഉടമ്പടിയൊന്നുമില്ല ജീവിക്കുന്ന ആൾക്കാരെ നീ അനുഗ്രഹിച്ചില്ലേ, ഞാനെന്നും ബിഷപ്പ് ജീവിക്കണില്ല എന്ന് പറയുമ്പോൾ അപ്പന് പറയാൻ വാക്കുണ്ട്. പിന്നെ അപ്പൻ അപ്പം വിളിക്കണമെന്ന്, അപ്പം മറ്റവനെ വിളിക്കാഞ്ഞൊരു വാക്ക് ഇവനെ വിളിക്കും. എന്താണ് വായിച്ചേ? അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. That is the presence. He is feeling the presence. അതായത് ഇവൻ്റെ അപ്പൻ തൻ്റെ പ്രസൻസ്, ഇത് ദൈവം വാഗ്ദാനത്തിൽ ഉള്ളതാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. മനസ്സിലായില്ലേ? വാഗ്ദാനത്തിലുള്ളതല്ലേ. ഇപ്പോൾ ജോഷുവ 1:9 പുറപ്പാട് 33:14 ഉണ്ട്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. അത് വാഗ്ദാനത്തിലുള്ളതാണ്, നിൻ്റെ കൂടെ ഞാനുണ്ടാകുമെന്ന്. പക്ഷെ വാഗ്ദാനമില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. ആദ്യം ജോമോളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞ പോലെ മാതാവിനും ഗ്യാരണ്ടി ചെയ്ത്, അത് മാലാഖ് ഗ്യാരണ്ടി ചെയ്ത ഗ്യാരണ്ടിയാണ്. ഈശോൻ്റെ വായിൽ നിന്ന് നേരിട്ട് പറയണ എന്താണ്? എൻ്റെ മകനെ നീ എപ്പോഴും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയണത്, എൻ്റെ മകനെ നീ ഉടമ്പടി പാലിച്ച് എൻ്റെ കൂടെ ഒരു പരാതിയുമില്ല ഇത്രയും നാൾ ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ? എല്ലാം കൊടുക്കുന്ന എൻ്റെ കൂടെയാണ് നീ ഉണ്ടായിരുന്നതെന്ന്. അല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായതിനേക്കാൾ വലുതാണ്. ഇതാണ് പ്രസൻസ്. നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിന്റെ കൂടെയാക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൽപ്പനകൾ പാലിച്ച് അവിടത്തോടൊത്ത് വസിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മഹത്വം ആരാധന. പാടുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? ദൈവത്തിലെ നീ ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് കണക്ക് അവസാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. മനസ്സിലായില്ലേ? ഈ കണക്ക് ക്യാരി ഓവർ, നിത്യതയിലേക്കുള്ള പേജിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് ഈ മൂത്തപുത്രൻ്റെ കണക്ക് അവസാനിക്കുന്നത്. എന്താണുള്ളത്? ഇത്രേ കാലം ഞാൻ നീ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നിട്ടില്ല, എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ ഒരു കുഞ്ഞാടിനെ പോലും ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല. അപ്പം അപ്പം പറഞ്ഞ വാക്കെന്താണ്? എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം. ആ വാക്കാ വായിച്ചേ. അപ്പോൾ പിതാവ് പറഞ്ഞു, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ നിന്നോട് കൂടെ ഉള്ള കാര്യമല്ല ഇപ്പൊ പറയണത്. നീ എപ്പോഴും ആ ഉടമ്പടി ജീവിക്കുന്ന വ്യക്തി എന്താണ്? നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ.
എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അതാണ് ഞാൻ ദൈവരാജ്യത്തിലെ വലിയവനാണ് അവനെന്ന് പറയണത്. മറ്റവൻ ചെറിയവനാണ്. അപ്പം അനുതാപപ്പെട്ട് കരുണ തോന്നണമെന്ന് വിളിച്ചു കൂവി അവസാനം 11 മണിക്കൂറിൽ എത്തുന്നേക്കാൾ നല്ലതാണ് മര്യാദയ്ക്ക് ദൈവത്തിൻ്റെ കൂടെ വചനം കേട്ടും പാലിച്ചും ജീവിച്ചും ദൈവത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വിശ്വസ്തയോടെ നിന്നും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മത്തായി 5:19 എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇപ്പം മനസ്സിലായില്ലേ? സ്വർഗരാജ്യത്തിൽ പോലും വലിയവനും ചെറിയവനുണ്ട്. അത് ഈ ചെറിയവനെന്ന് പറയുന്നതാണ് ഈ ധൂർത്തപുത്രൻ. വലിയവനെന്ന് പറയുന്നത് ആരാണ്? മൂത്ത മകനാണത്. അവന് ചിലപ്പോൾ അവൻ ഉടമ്പടി പാലിച്ചൊക്കെ ജീവിക്കും. ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് ദൈവം അവന് ഉപകരിക്കത്തില്ലെന്ന് വരും. പക്ഷെ അവനവിടെ നിൽക്കും. അങ്ങനെ നിൽക്കണം എന്നാണ് അപ്പം ആഗ്രഹിക്കണത്. പരാതികളില്ലാതെ നിൽക്കണം. പക്ഷെ അവൻ പ്രഷ്യസാണ്. ഈ അപ്പം കാണിക്കുന്ന പരവേശം ഒന്ന് ഇളയനെ ഇറങ്ങിപ്പോയപ്പോൾ കാണിച്ചില്ലല്ല. അവൻ എൻ്റെ ഓഹരി നിങ്ങളുടെ തരിക, എനിക്ക് എൻ്റെ വഴി നിങ്ങളുടെ വഴിയെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ കിടക്കുന്ന ചട്ടി കഴിഞ്ഞ് വെട്ടിമുറിച്ച് പകുതി കൊടുത്തല്ല. അവൻ വീട്ടിൽ പുറത്ത് പോയിട്ട് അപ്പം കയറി പുറത്തിറങ്ങുകയോ മനെ പോവല്ലേ മോനെ, നമ്മൾ തറവാടായിട്ട് ഒരുമിച്ച് ജീവിക്കണമല്ലേ, നമ്മുടെ കൂടെ തറവാടിന് മോശമില്ല, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ഒരു പട്ടാൻ ഞാൻ പറഞ്ഞില്ല, പോയി തൊലയിട്ടെന്ന് പറയും. അതാണ് ആ നിലപടിന്ന്. എന്ന് ഇവൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു നിർത്തി. മൂത്താൻ പോയപ്പോൾ അപ്പം വിഷയം മാറി, അവനെ സാന്ത്വനപ്പെടുത്താൻ തുടങ്ങിയെന്നാണ്. എന്നാൽ ഈ സാന്ത്വനം നേരത്തെ ആകുമായിരുന്നില്ല. നമ്മുടെ കയ്യിരിപ്പനുസരിച്ചാണ് ദൈവം നമുക്ക് സാന്ത്വനം വേണ്ടതെന്ന് തീരുമാനിക്കണത്. നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞു വരണത്. സീരിയസ് ആണ് വിഷയം സീരിയസ് ആണ്. നിങ്ങൾക്ക് പാപം ചെയ്യാൻ 1 by 1 ആയിട്ട് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചത് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്താ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യമാണ്. എനിക്കുള്ളതെല്ലാം ലോകത്തുള്ളതെല്ലാം നിനക്ക് കിട്ടി, പക്ഷേ എനിക്കുള്ളതെല്ലാം അത് ഇവന് ചെരുപ്പ് മോതിരമൊക്കെ കിട്ടുന്നതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അവസാന പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം വന്നവന് ചെരുപ്പ്, മോതിരം, ഇളയ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കണം, അവന് മോതിരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. താഴെ അപ്പം എഴുതി വെച്ചിരിക്കണം ബാക്കിയുള്ളതെല്ലാം എൻ്റെ മൂത്തവന് കൊടുക്കണമെന്ന്. എനിക്കുള്ളതെല്ലാം ആ പ്രമാണം അവസാനിക്കണം. അങ്ങനെയാണ്. കർത്താവിൻ്റെ കഥയിലൊന്നും മിസ്റ്റേക്കില്ല. നമ്മൾ മനസ്സിലാക്കിയതിലാണ് മിസ്റ്റേക്ക്. കർത്താവിൻ്റെ പ്രമാണം ഇതെല്ലാം, ഈ മോതിരവും ചെരുപ്പും എല്ലാം ആദ്യം എഴുതിയപ്പോൾ നമ്മൾ ഓർത്തതെല്ലാം അവൻ്റെ കട. പക്ഷെ പ്രമാണം അവസാനിക്കുമ്പോൾ പറയും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതെഴുതി അപ്പൻ ഒപ്പിട്ട് കളയും, തീർന്നു. മറ്റവൻ ഞൊട്ടി. അപ്പം ആവശ്യമില്ലാത്ത അഭ്യാസം കാണിച്ച് പിന്നീട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ച് തിരിച്ചു വരണം. അങ്ങനെ സീനുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ ദൈവത്തിന് വല്ല പ്രാർത്ഥന അധികം കേൾക്കണില്ല എന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന കരുത്തുള്ള ഒരു സുവിശേഷ വ്യക്തിത്വമുണ്ട്. അതാണ് ഉടമ്പടി അവസ്ഥാനം ലക്ഷ്യം വെക്കുന്നത്. കൈയടിച്ചാൽ പഠിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത്. അത് അവസാനിക്കണം. ദൈവത്താൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, ജീവിത ദുരിതങ്ങളുടെ മേലെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഊമന് സംഭാഷണത്തിന് നൽകുവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമറുപാടുന്ന വലതുകരം, ആണിപ്രധാന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാക്കാലം ദൈവികമായ ശക്തി, യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിയുരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു. കാര്യം കുഞ്ഞുങ്ങളെ തോക്കി അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്ക് തകരും. അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവ് അങ്ങയുടെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവ് ഹൈസ്കൂൾ മുതൽ കോളേജ് മുതൽ മെറിറ്റ് പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ,
കോമ്പറ്റേറ്റീവ് എക്സാമിൻസ്, മത്സര പരീക്ഷകൾ എല്ലാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവ് ഞെട്ടിപ്പിക്കുന്ന നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ തിരുസനെ സമർപ്പിക്കുന്ന കർത്താവ് അവരുടെ പരാധീനം പോരായ്മ പരിഹരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർ ആഴമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ കർത്താവ് നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാൾ ദൈവശക്തിയാൽ വിജയത്തിൻ്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പാവനാത്മാവാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ യേശു, പാവനാത്മാവാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ യേശു, കഴുകണമേ യേശു, നിത്യഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനെ ഇപ്പോൾ ഓർക്കുന്നത്. ചില വ്യക്തികൾ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും. അവർക്ക് സഹിക്കാനാവാത്ത ചങ്കിനുവേദന അനുഭവിക്കുന്നവരുണ്ടാകും. അവരെ ഞാൻ ഇപ്പോഴേക്ക് അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത്. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് ദുഃഖവും ഭാരവും ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കേസുകൾ, വഴക്കുകൾ, നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്ന